ഡിയർ സ്റ്റുഡൻസ്, ഇപ്പോൾ ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ അടുത്ത ടോപ്പിക്ക് വരുന്നത് EMF അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പം എല്ലാവർക്കും വളരെ ഈസിയായി അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ട് പരിചയമുള്ള രണ്ട് വേർഡുകളാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ളത്. സോ അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്വിഷ് അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവർക്കും ഒന്ന് ജസ്റ്റ് ഇവിടെ സ്ക്രീനിൽ കാണാം. കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ എ സോഴ്സ് ടേക്കിംഗ് എ യൂണിറ്റ് ചാർജ് വൺസ് അറൌണ്ട് ദ കംപ്ലീറ്റ് സർക്യൂട്ട്. അപ്പോൾ ആക്ച്വലി അതൊരു വർക്ക് ഡൺ ആണ്. ആരാണത് ചെയ്യുന്നത്? സോഴ്സ് ആണ് ചെയ്യുന്നത്. എന്തിനാണത് ചെയ്യുന്നത്? വൺസ് അറൌണ്ട് ദ കംപ്ലീറ്റ് സർക്യൂട്ട് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഇവിടെ കാണാം എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ടേക്കിംഗ് എ യൂണിറ്റ് ചാർജ്. എവിടെ നിന്ന്? ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക്, അല്ലേ? വളരെ ഈസി ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റ് ആണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. നമ്പർ 2, then it is equal to maximum potential difference between the two terminals. അതിൽ തന്നെ അവർ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആ സർക്യൂട്ട് ഉള്ളത്. ഓപ്പൺ സർക്യൂട്ട് ആണ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ഓർത്ത് വെക്കണം കേട്ടോ. മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ടെർമിനൽസ് ഓഫ് എ സോഴ്സ് വെൻ ഇറ്റ് ഈസ് ഇൻ ഓപ്പൺ സർക്യൂട്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നത് നോക്കൂ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് മേ എക്സിസ്റ്റ് ബിറ്റ്വീൻ അറ്റ് എനി ടു പോയിന്റ്സ് ഓഫ് എ ക്ലോസ്ഡ് സർക്യൂട്ട്. അപ്പോൾ ഒന്ന് ഓപ്പൺ സർക്യൂട്ടാണ്, മറ്റൊന്ന് ക്ലോസ്ഡ് സർക്യൂട്ടാണ്. രണ്ടും ഡിഫറൻ്റ് ആണ്, ഓർത്ത് വെക്കണം കേട്ടോ. ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ പറഞ്ഞിട്ടുള്ളത് സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ് എന്ന് പറയുന്ന ഒരു കേസിലാണ്. അതേ സമയത്ത് EMF എന്ന് പറയുന്നതോ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് സർക്യൂട്ട് ഈസ് നോട്ട് ക്ലോസ്ഡ് ആണ്. അതുപോലെ തന്നെ ഫോർത്ത് വൺ പറയുന്നത് ഇത് ആസ് നോൺ ഇലക്ട്രോസ്റ്റാറ്റിക് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒറിജിനേറ്റ് ഫ്രം ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആണ്. സോ എപ്പോഴും ഓർത്ത് വെക്കുക, EMFും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെയും കമ്പാരിസൺ എല്ലാവർക്കും അറിയണം. EMFിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ്. EMFിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്, E = ഇക്വേഷൻ W/Q എന്ന് എഴുതാറുണ്ട്. നമ്മൾ പഠിച്ചതാണ് 10th എല്ലാവർക്കും അറിയാവുന്ന 10th ക്ലാസ്സിൽ നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ആയിരുന്നു E = W/Q. അവിടെ W എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്, Q എന്ന് പറഞ്ഞാലോ ചാർജ് ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു 4 പോയിന്റ് അതിൻ്റെ ഡിഫറൻസുകളാണ് നമ്മളിപ്പോൾ എഴുതിയത്, അല്ലേ? അതായത് EMFും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചോദിച്ചാൽ, ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആർക്കും ആ മാർക്ക് ലൂസായി പോകരുത്, എല്ലാവരും ആ മാർക്ക് വാങ്ങണം. എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? ഒന്ന് വർക്ക് ഡണ്ണിൻ്റെ കേസ് പറഞ്ഞു, സോഴ്സ് കംപ്ലീറ്റ് സർക്യൂട്ട് ആണ്, കംപ്ലീറ്റ് ആണ്, അതേസമയത്ത് ഇവിടെ 2 പോയിന്റുകൾ തമ്മിലാണ്. ദെൻ നമ്പർ 2 പറഞ്ഞത് എന്താ? ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു കേസിലാണ്, ഇവിടെ ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്. ദെൻ അതർ പോയിന്റ് ആയിരുന്നു നോൺ ഇലക്ട്രോസ്റ്റാറ്റിക് ആണ്, ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരു കോൺസെപ്റ്റ്, നോൺ ഇലക്ട്രോസ്റ്റാറ്റിക് ആണ്. ഇവിടെയോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ പോയിന്റ് ഓഫ് ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഒരു പോയിന്റുകൾ എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ, എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ദെൻ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഓംസ് ലോ, അല്ലേ? എല്ലാവർക്കും അറിയാം ഓംസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ ആ ഓംസ് ലോയുടെ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെയാണ്. സോ ഓൾറെഡി ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. വോൾട്ടേജ് പ്രൊപ്പോർഷണൽ ടു കറന്റ്, നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ആണ് വോൾട്ടേജ് പ്രൊപ്പോർഷണൽ ടു കറന്റ്. ഒരു കണ്ടക്ടർ നിങ്ങൾ എടുത്തു, ആ കണ്ടക്ടറിലേക്ക് നമ്മൾ വോൾട്ടേജ് കൊടുത്താൽ സംഭവിക്കുന്നത് എന്താ? അവിടെ കൊടുക്കുന്ന വോൾട്ടേജിനനുസരിച്ചാണ് അതിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്, ഓർത്ത് വെക്കുക. അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എനി കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറന്റ് ഫ്ലോവിങ് ത്രൂ ദാറ്റ് കണ്ടക്ടർ. സോ ഓൾറെഡി ഇവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? V = I/R എന്ന് എഴുതാം. V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, അതിൻ്റെ SI യൂണിറ്റ് വോൾട്ട് ആണ്. കറണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി, കറണ്ട് അതിൻ്റെ യൂണിറ്റ് വരുന്നത് ആംപിയർ ആണ്. ദെൻ റെസിസ്റ്റൻസ് ആണ് R, അതിൻ്റെ SI യൂണിറ്റ് വരുന്നത് ഓം ആണ്. അപ്പോൾ ഓംസ് ലോ ഈസിയാണ്, എല്ലാവർക്കും അറിയാം, അല്ലേ? V = I/R. ഓർത്ത് വെക്കേണ്ട കാര്യം കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ
ആണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രം. ഓം എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ച ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുന്നത്? ഓംസ് ലോയിൽ നമ്മൾ പറഞ്ഞു വോൾട്ടേജും കറന്റും എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. സോ ഗ്രാഫ് എന്തായിരിക്കും? ഒരു ലീനിയർ ഗ്രാഫ് ആയിരിക്കും. ഗ്രാഫ് എന്തായിരിക്കും? ഒരു ലീനിയർ ഗ്രാഫ് ആയിരിക്കും. അതായത് വോൾട്ടേജ് കൂടിയാൽ കറന്റ് കൂടുന്നു, വോൾട്ടേജ് കുറഞ്ഞാലോ കറന്റ് കുറയുന്നു. അപ്പോൾ വോൾട്ടേജും കറന്റും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഇതാണ് ഓംസ് ലോ. അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്? ലീനിയർ ഗ്രാഫാണ്. ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും. ടാൻ തീറ്റയാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ടാൻ തീറ്റ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ സ്ലോപ്പ് കാണുകയാണെങ്കിൽ റെസിസ്റ്റൻസ് നമുക്ക് എന്ത് കിട്ടും? V/I എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഓംസ് ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലേ, ബേസിക് ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ അതും കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് ഇപ്പോൾ കുറച്ച് ലൈക്ക് റെസിസ്റ്റേഴ്സിൻ്റെ സിമ്പിൾസ് ഓഫ് റെസിസ്റ്റേഴ്സ് ആൻഡ് മീറ്റേഴ്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇലക്ട്രിസിറ്റിയെ ഒപ്പോസ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്ക്, ഫിക്സഡ് റെസിസ്റ്റർ, അതായത് ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഫിക്സഡ് ആണ്, വാല്യൂ മാറുന്നില്ല, വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫിക്സ്ഡ് റെസിസ്റ്റർ എന്ന് പറയുക അല്ലേ. ഫസ്റ്റ് വൺ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സിമ്പിളും കൊടുത്തിട്ടുണ്ട്, വളരെ ഈസി ആയിട്ട് പഠിക്കാം. ദെൻ വേരിയബിൾ റെസിസ്റ്റർ ആണ്. ഫിക്സ്ഡ് റെസിസ്റ്ററിൽ ഒരു ആരോ നിങ്ങളിങ്ങനെ കാണിച്ചാൽ അല്ലേ, ഒരു ആരോ ഇതുപോലെ കാണിച്ചാൽ അതിൻ്റെ മീനിങ്, അതിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ അതെന്തായിട്ട് മാറുന്നു? വേരിയബിൾ റെസിസ്റ്റർ ആണ്. ദെൻ പൊട്ടൻഷ്യൽ ഡിവൈഡർ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ, റിയോസ്റ്റാറ്റ്. അതും ഒരു കൈൻഡ് ഓഫ് എന്ത് തന്നെയാണ്? വേരിയബിൾ റെസിസ്റ്ററിൽ തന്നെ വരുന്നതാണ്. അതിൻ്റെ വാല്യൂ നമുക്ക് വ്യത്യാസപ്പെടുത്താം, വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ട്. സോ അതുകൊണ്ടാണ് പൊട്ടൻഷ്യൽ ഡിവൈഡർ എന്ന് പറയുന്നത്. ആഫ്റ്റർ ഓൾ ഡിഫറെൻറ്റ് മീറ്റേഴ്സ് നമുക്കുണ്ട്. വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മീറ്ററാണ് വോൾട്ട് മീറ്റർ അല്ലേ. അതുപോലെ നമുക്ക് വരുന്നതാണ് എന്ത്? അമ്മീറ്റർ. കറൻറ്റിൻ്റെ വാല്യൂ, ഇലക്ട്രിസിറ്റിയുടെ വാല്യൂ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മീറ്ററാണ് എന്ത്? അമ്മീറ്റർ എന്ന് പറയുന്നത്. ഗാൽവനോമീറ്റർ എന്താണ്? ഗാൽവനോമീറ്ററും ആക്ച്വലി കറണ്ടിൻ്റെ പ്രസൻസ്, കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്ത്? ഗാൽവനോമീറ്റർ. ഇലക്ട്രിസിറ്റി അതിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ നീഡിൽ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും എന്ത് ചെയ്യും? ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ എന്താണ് അമ്മീറ്ററും അതുപോലെ തന്നെ ഗാൽവനോമീറ്ററും തമ്മിലുള്ള വ്യത്യാസം കുട്ടികളെ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് പറയാം, ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ, വെദർ ഇറ്റ് ഈസ് പ്രസന്റ് ഓർ നോട്ട്, അതാണ് ആക്ച്വലി എന്ത് പറയുന്നത്? ഗാൽവനോമീറ്റർ നമുക്ക് തരുന്നത്. ബട്ട് അമ്മീറ്റർ എന്ന് പറയുന്നത് അങ്ങനെയല്ല. കറൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയുണ്ടോ അതാണ് ആക്ച്വലി നമുക്ക് ആര് കാണിച്ചു തരുന്നത്? ദാറ്റ് വിൽ ഷോ. ആര് കാണിച്ചു തരും? അമ്മീറ്റർ നമുക്ക് കാണിച്ചു തരും. സോ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, സിമ്പിൾസ് ഓഫ് റെസിസ്റ്റേഴ്സ് അതുപോലെ തന്നെ മീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ലൈക്ക് സ്കൂളിലെ ലാബുകളിലൊക്കെ നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടു മെഷർ എ റെസിസ്റ്റൻസ് ഓഫ് വയർ എന്ന് പറഞ്ഞിട്ട് ഓംസ് ലോ അല്ലെങ്കിൽ ഓംസ് ലോ ഷോ ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു ഗ്രാഫാണ്. അപ്പോൾ അതിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത് എന്താ? ആദ്യം നമുക്ക് എന്തുണ്ട്? ഇതുപോലെ ഒരു റെസിസ്റ്റർ ഉണ്ട് അല്ലേ. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, റെസിസ്റ്ററിന് പാരലായിട്ടാണ് ആരെ കൊടുക്കുക? വോൾട്ട് മീറ്റർ കൊടുക്കുക. റെസിസ്റ്ററിന് പാരലായിട്ട് വേണം, സമാന്തരമായിട്ട് വേണം ആരെ കണക്ട് ചെയ്യാൻ? വോൾട്ട് മീറ്ററിനെ കണക്ട് ചെയ്യാൻ. ആഫ്റ്റർ ഈ റെസിസ്റ്ററിന് സീരീസ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? അമ്മീറ്റർ കണക്ട് ചെയ്യുന്നു. ദെൻ നമുക്ക് എന്തുണ്ട്? ഒരു ബാറ്ററി സോഴ്സും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ബാറ്ററിയുടെ വാല്യൂ കൂട്ടുകയും കുറക്കുകയും ചെയ്യുന്നു. ബാറ്ററിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വോൾട്ട് മീറ്ററിൻ്റെ റീഡിങ്ങും അതുപോലെ തന്നെ അമ്മീറ്ററിൻ്റെ റീഡിങ്ങും നമ്മൾ ടാബുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, വോൾട്ട് മീറ്ററിൻ്റെ റീഡിങ്ങും അമ്മീറ്ററിൻ്റെ റീഡിങ്ങും നമ്മൾ ടാബുലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കാണാൻ കഴിയും? ആറിൻ്റെ വാല്യൂ, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഒരു ഗ്രാഫ് വരച്ച് ആ ഗ്രാഫിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ലേ? സോ ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു ഫിഗർ വെച്ചുകൊണ്ട് ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യുകയാണെങ്കിൽ വോൾട്ടേജ് കിട്ടുന്നു, കറസ്പോണ്ടിങ് കറന്റ് കിട്ടുന്നു. വീണ്ടും ബാറ്ററി വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നു, കറസ്പോണ്ടിങ് ആയി കറന്റ് ചേഞ്ച് ചെയ്യുന്നു. വീണ്ടും ബാറ്ററി വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നു, കറസ്പോണ്ടിങ് ആയി കറന്റ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നു. ഇങ്ങനെ ഈ കറന്റും വോൾട്ടേജും ചേഞ്ച് ചെയ്യുന്ന ആ ഒരു
പ്രൊപ്പോർഷനാലിറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫ് ഷീറ്റിൽ നിന്ന് അതിൻ്റെ സ്ലോപ്പ് എടുത്താൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടും. സോ ഈ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണിത്. സോ ഇത് ഓർത്ത് വയ്ക്കാം. ലൈക്ക് ഓംസ് ലോ വെരിഫൈ ചെയ്യാൻ ഒരു ആക്ടിവിറ്റി, ഒരു എക്സ്പെരിമെൻ്റ്, ഒരു ഡെമോൺസ്ട്രേഷൻ ചോദിച്ചാൽ ഈ ഒരു ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാനിപ്പോൾ പറഞ്ഞത് കുറച്ച് മീറ്റേഴ്സും അതുപോലെ തന്നെ കുറച്ച് റെസിസ്റ്റേഴ്സിൻ്റെ ഡിഫറെൻറ്റ് സിമ്പിൾസും അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ഓംസ് ലോ വെരിഫൈ ചെയ്യാൻ ഒരു മീറ്റർ, ഒരു ഫിഗർ വരച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുള്ളതാണ്. വളരെ ഈസിയാണ്. വന്നു കഴിഞ്ഞാൽ ആരും ഇതിൻ്റെ ഒന്നും മാർക്ക് നഷ്ടപ്പെടുത്തരുത് കുട്ടികളെ. വളരെ ഈസി ആയിട്ട് എല്ലാ കുട്ടികൾക്കും എഴുതാൻ കഴിയാവുന്നതേ ഉള്ളൂ. ഓക്കെ, ദെൻ ആഫ്റ്റർ നമ്മൾ പോകുന്നത് നെക്സ്റ്റ് ടോപ്പിക് ഇതിൽ വരുന്നത് കറന്റ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു പാർട്ടും അതുപോലെ തന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന പാർട്ടുമാണ്. സോ ഓൾറെഡി നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ബൈ ഏരിയ ആണ്. അതായത് ഇപ്പൊ ഞാൻ വലിയ ഒരു കോപ്പർ വയർ എടുത്തു. അപ്പൊ അതെങ്ങനെ ഞാൻ നീട്ടി, അതിന്റെ ലെങ്ത് ഇങ്ങനെ കൂടിയാൽ, കോപ്പർ വയറിന്റെ ലെങ്ത് കൂടിയാൽ എന്ത് കൂടുന്നു? റെസിസ്റ്റൻസ് കൂടുന്നു. അതേ സമയത്തോ കോപ്പർ വയറിന്റെ തിക്നെസ് കൂടിയാലോ അത് നോക്ക്, ഡിനോമിനേറ്ററിലാണ് വന്നിട്ടുള്ളത്. സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്നതിനനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എല്ലാം ഓർത്ത് വെക്കുക. ഒരു കണ്ടക്ടറിന്റെ അതിന്റെ നീളം കൂടിയാൽ, ലെങ്ത് കൂടിയാൽ, വലിയ നീളമാണെങ്കിൽ, നീളം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് കൂടുകയും അതിൻ്റെ വിഡ്ത്ത്, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് കുറയുകയുമാണ് ചെയ്യുന്നത്. So dear students, very easy concept ആണ്. The resistance is directly proportional to the length of the conductor and the resistance is inversely proportional to the area of the conductor. So ഇതുമായി ബേസ് ചെയ്ത് പ്രൊപ്പോർഷനാലിറ്റി മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ കൊടുക്കാം? R ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? റോ ഇൻറ്റു എൽ ബൈ എ എന്ന് എഴുതാം. പ്രൊപ്പോർഷനാലിറ്റി ചേഞ്ച് ചെയ്തിട്ട് R ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? റോ ഇൻറ്റു എൽ ബൈ എ എന്ന് എഴുതാം. സോ ഈ റോ എന്ന് പറയുന്നതിനെ നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കാറുണ്ട്. റോയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റെസിസ്റ്റിവിറ്റി. അപ്പോൾ R ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ ആണ്. റോ എന്ന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റെസിസ്റ്റിവിറ്റി. റോ ഈസ് കോൾഡ് റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കും. ഇനി ഈ ഒരു ഇക്വേഷനിൽ നിന്ന് R ഈക്വൽ ടു നമ്മളിപ്പോൾ എങ്ങനെയാണ് എഴുതിയത്? റോ ഇൻറ്റു എൽ ബൈ എ എന്നാണ് എഴുതിയത്. സോ നമുക്ക് റോ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ എങ്ങനെ എഴുതാം? റോ ഈക്വൽ ടു ആർ എ ബൈ എൽ എന്ന് എഴുതാം. റെസിസ്റ്റൻസിനെ നീളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, റെസിസ്റ്റൻസിനെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ടോ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? റെസിസ്റ്റിവിറ്റി റോ എന്ന് കിട്ടുന്നു. സോ അതിന്റെ SI യൂണിറ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ R എന്ന് പറയുന്നതിന്റെ SI യൂണിറ്റ് എന്താ? വെരി ഈസി, ഓം ആണ് അല്ലേ? ഏരിയ എന്ന് പറയുമ്പോഴോ അതിന്റെ SI യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ ആണ്. ലെങ്ത്തിന്റെ SI യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. സോ എമ്മും എം സ്ക്വയറും ക്യാൻസൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ SI യൂണിറ്റ് വരുന്നത്, മൈ ഡിയർ സ്റ്റുഡൻസ്, ദാറ്റ് വിൽ ബി ഓം മീറ്റർ. എന്താണ് അതിന്റെ SI യൂണിറ്റ് വരുന്നത്? ഓം മീറ്റർ ആണ്. സോ കീപ് ഇൻ മൈൻഡ് ഓൾവേസ് ദ SI യൂണിറ്റ് ഓഫ് ദ ടേം, ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി റെസിസ്റ്റിവിറ്റി ഈസ് ഓം മീറ്റർ. സോ നമ്മൾ പറഞ്ഞത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നതാണ്. സോ ഫസ്റ്റ് വൺ ഓർത്ത് വെക്കുക, ലെങ്ത്. Second one, very easy, area of cross section. Then the third one is temperature and the fourth one is nature of the material. So ഈ 4 കോൺസെപ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റോ എന്നുള്ളതിൻ്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക, RA/L ആണ്. അതിൻ്റെ SI യൂണിറ്റ് ഓർത്ത് വെക്കുക, ഓം മീറ്റർ ആണ്. ദെൻ ഈ റെസിസ്റ്റൻസ് എന്നുള്ളതിൻ്റെ ഇൻവേഴ്സ് നമുക്ക് എടുക്കാം അല്ലേ? സോ റെസിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സ് നമ്മൾ പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കണ്ടക്റ്റൻസ് എന്ന് പറയുക. റെസിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഓഫ് ദ റെസിസ്റ്റൻസ്, ദാറ്റ് വിൽ ബി ദ കണ്ടക്റ്റൻസ്. ക്യാപിറ്റൽ G എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ കണ്ടക്റ്റൻസിനെ എഴുതാറുള്ളത്. സോ കണ്ടക്റ്റൻസ് G ഈക്വൽ ടു, മൈ ഡിയർ സ്റ്റുഡൻസ് ഓർത്ത് വയ്ക്കാം, 1/R. എന്താണ് കണ്ടക്റ്റൻസിന്റെ ഇക്വേഷൻ? 1/R ആണ്. എന്തായിരിക്കും അതിന്റെ SI യൂണിറ്റ് വരിക? നമ്മൾ ഓൾറെഡി പഠിച്ചു, റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ SI യൂണിറ്റ് ഓം ആണെങ്കിൽ അതിന്റെ 1/Ohm അല്ലെങ്കിൽ ഓം ഇൻവേഴ്സ് എന്തായിരിക്കും വരിക? ഓം ഇൻവേഴ്സ് അല്ലെങ്കിൽ 1/Ohm എന്നാണ് ഏതിന്റെ യൂണിറ്റ് വരുന്നത്?
കണ്ടക്റ്റൻസിന്റെ വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടക്റ്റൻസ് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്തെടുക്കാം? റെസിസ്റ്റിവിറ്റിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്തെടുക്കാം? കണ്ടക്ടിവിറ്റി എടുക്കാം അല്ലെ? അപ്പൊ എഴുതാറുണ്ട് സിഗ്മ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 1/ρ. കണ്ടക്ടിവിറ്റി, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് എല്ലാവരും പഠിച്ചു അല്ലെ? റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതി R ഈക്വൽ ടു ρ ഇൻറ്റു L/A. അതിൽ നിന്ന് റോ ഈക്വൽ ടു RA/L ആണ് അല്ലെ? സോ ഈ RA/Lനെ റെസിപ്രോക്കൽ എടുത്താൽ L/RA എന്ന് പറയുമ്പോൾ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് കിട്ടുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് എന്ത് പറയാം? സിഗ്മ എന്ന് പറയാം. ദാറ്റ് ഈസ് സിഗ്മ ഈക്വൽ ടു ഓർത്ത് വെക്കാം എന്താണ്? 1/ρ. സോ റോ എന്നുള്ളതിന്റെ SI യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓം മീറ്റർ ആണ് അല്ലെ? റോയുടെ SI യൂണിറ്റ് എന്തായിരുന്നു? ഓം മീറ്റർ ആണ്. സോ ഇവിടെ എന്തായിരിക്കും അതിന്റെ ഇൻവേഴ്സ്? അതായത് ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് അല്ലെങ്കിൽ 1/ഓം മീറ്റർ. ആയിരിക്കും ഇതിന്റെ SI യൂണിറ്റ് വരുന്നത് എന്താ? ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് അല്ലെങ്കിലോ 1/ഓം മീറ്റർ. സോ ഡിയർ സ്റ്റുഡൻസ് ഓർത്ത് വയ്ക്കാം, റെസിസ്റ്റേഴ്സിന് ഡിഫറെന്റ് ഫാക്ടേഴ്സ്, റെസിസ്റ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഉണ്ട്. ഏതെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? ലെങ്ത് ഉണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, നേച്ചർ ഓഫ് മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും അതുപോലെ തന്നെ ടെമ്പറേച്ചറും നേച്ചർ ഓഫ് മെറ്റീരിയലും ഇതാണ് ആക്ച്വലി നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു ഫിസിക്കൽ ടേമിനെ റിലേറ്റ് ചെയ്യുന്ന, ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. ഇനി ഈ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ടെമ്പറേച്ചറിലേക്കും കൊണ്ടുവരാം. ടെമ്പറേച്ചറിൽ എന്താ സംഭവിക്കുക? ഒരു മെറ്റൽസ് എടുക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താ? ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റിവിറ്റി കൂടുന്നു, ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റിവിറ്റി കൂടുന്നു, റെസിസ്റ്റിവിറ്റി കൂടിയാലോ കണ്ടക്ടിവിറ്റി കുറയും. അപ്പോൾ മെറ്റലിന്റെ കേസിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് സംഭവിക്കുന്നത് റെസിസ്റ്റിവിറ്റി റോയുടെ വാല്യൂ കൂടും. റോയുടെ വാല്യൂ കൂടിയാലോ അതിന്റെ കണ്ടക്ടിവിറ്റി കുറയും. അപ്പോൾ അതാണ് കോൺസെപ്റ്റ്. അപ്പോൾ അതേ സമയത്ത് സെമി കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും ഒക്കെ ആവുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? ടെമ്പറേച്ചർ കൂടിയാൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി വാല്യൂ കുറയുകയാണ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്, ഓർത്തു വെച്ചോളൂ. മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. കോപ്പർ അതിന് എക്സാമ്പിൾ ആണ്, ഗോൾഡ് അതിന് എക്സാമ്പിൾ ആണ്, സിൽവർ അതിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഒരു മെറ്റലിൻ്റെ അല്ലെങ്കിൽ ഒരു ഗുഡ് കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റിക്ക് എന്താണ് സംഭവിക്കുക? കൂടുന്നു. അത് കൂടിയാലോ അതിൻ്റെ കണ്ടക്ടിവിറ്റി കുറയുന്നു. വളരെ ഇമ്പോർട്ടൻറ്റ് നമ്പർ 1. നമ്പർ 2, സെമി കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും നിങ്ങൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിലും ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിലും ടെമ്പറേച്ചർ കൂടുമ്പോൾ റോയുടെ വാല്യൂ കുറയുന്നു. അതായത് ഇൻവേഴ്സ് ആയിട്ടാണ് അത്, ഒപ്പോസിറ്റ് ആയിട്ടാണ് അത് വരുന്നത്. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടാവില്ല എന്ന് കരുതുന്നു. ലൈക്ക് റബ്ബർ ഒരു ഇൻസുലേറ്റർ ആണ്, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാത്ത അല്ലെ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ്. അതേ സമയത്ത് ലൈക്ക് സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിലോ നമുക്ക് സിലിക്കൺ ഓർ ജെർമേനിയം തുടങ്ങിയ എലമെന്റ്സ് ഒക്കെ സെമി കണ്ടക്ടേഴ്സിൽ എടുക്കാം. LED അല്ലെ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ഇതുപോലെയുള്ള ഡിവൈസുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് അതർ മെറ്റീരിയൽസ് ആണ് ഈ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓർത്ത് വെക്കാം, ഫാക്ടേഴ്സും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഡിപ്പെൻഡൻസും. ലെങ്ത് കൂടുന്ന കാര്യം ഞാൻ പറഞ്ഞു, ഏരിയയുടെ കാര്യം പറഞ്ഞു, ടെമ്പറേച്ചർ ഞാനിപ്പോൾ ജസ്റ്റ് ഡിഫൈൻ ചെയ്തത് റോ എന്ന് പറയുന്ന ആ ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ റോ നമുക്ക് അതിനനുസരിച്ച് റോയുടെ ഓപ്പോസിറ്റ് ആണ് കണ്ടക്ടിവിറ്റി, അത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് കരുതുന്നു. ദെൻ അടുത്തത് വരുന്ന ഒരു ടോപ്പിക്കാണ് ഇവിടെ കറന്റ് ഡെൻസിറ്റി. കറന്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ കറന്റ് ഡെൻസിറ്റി നമുക്ക് J എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. കറന്റ് ഡെൻസിറ്റി J ഈക്വൽ ടു ഇക്വേഷൻ വരുന്നത് I/A ആണ്. കറന്റ് ഡെൻസിറ്റി ഇക്വേഷൻ എന്താണ്? J ഈക്വൽ ടു I/A ആണ്. സോ I എന്ന് പറയുമ്പോൾ അതിന്റെ SI യൂണിറ്റ് എന്താ? ആംബിയർ ആണ്. ഏരിയയുടെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്. സോ ഡിയർ സ്റ്റുഡൻസ് ഓർത്ത് വെക്കാം, J എന്ന് പറയുന്നതാണ് കറന്റ് ഡെൻസിറ്റി. അതിന്റെ ഇക്വേഷൻ കറന്റ് ബൈ ഏരിയയാണ്. അതിനെ SI യൂണിറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ആംപിയർ പെർ
മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. ശരിയല്ലേ? സോ അതാണ് നമുക്ക് ഇവിടെ നിന്ന് ഓർത്ത് വെക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു ലൈക്ക് കറന്റ് ഫ്ലോയും അതുപോലെ തന്നെ ഒരു ഏരിയയും അത് സംതിങ് ബെൻഡ് ചെയ്തിട്ട് ഒരു തീറ്റ ആംഗിളിലൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ അതുമായി ബേസ് ചെയ്തിട്ടൊരു ഇക്വേഷൻ ആണ്, ജസ്റ്റ് ഓർത്ത് വെക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. കറന്റ് ഈക്വൽ ടു വെക്ടർ ജെ ഡോട്ട് വെക്ടർ എ ആണ്. കറന്റ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? വെക്ടർ ജെ ഡോട്ട് വെക്ടർ എ ആണ്. അതായത് ജെ എ കോസ് തീറ്റ എന്നും എഴുതാം. വെക്ടർ ജെ ഡോട്ട് വെക്ടർ എ എന്ന് പറയുമ്പോൾ അത് ഡോട്ട് പ്രൊഡക്റ്റ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്ലാസ് 11th പഠിക്കുന്നുണ്ട്. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ, വളരെ മനോഹരമായ ചാപ്റ്ററിൽ, വളരെ ഈസി ആയിട്ട് വരുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ലെസണിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എല്ലാ കുട്ടികൾക്കും അറിയാമായിരിക്കും. സോ ഐ ഈക്വൽ ടു വെക്ടർ ജെ ഡോട്ട് വെക്ടർ എ എന്നുകൂടി പഠിച്ചു വെക്കാം. അപ്പം അതുപോലെ തന്നെ അത് ജെ എ കോസ് തീറ്റ കൂടി ആയിരിക്കും. അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻ ടൈം ആണെങ്കിൽ ഈ ഐ ഈക്വൽ ടു നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചു വെക്കാം? വെക്ടർ ജെ ഡോട്ട് വെക്ടർ ഡി എസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൂടി പഠിക്കാറുണ്ട്. നമുക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് ഓർത്ത് വെക്കാറുണ്ട്. സോ ഞാൻ പറഞ്ഞത് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സും അതുമായി റിലേറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങളുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. കൂടാതെ കറന്റ് ഡെൻസിറ്റി എന്ന് പറയുന്ന പാർട്ടും അതിൻ്റെ ഇക്വേഷനും അതിൻ്റെ SI യൂണിറ്റുമാണ് റൈറ്റ് നൗ നമ്മൾ ഡിസ്കസ് ചെയ്ത്. എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് കരുതുന്നു. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ദെൻ അടുത്തൊരു പാർട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇപ്പം ഇവിടെ ലൈക്ക് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് നമുക്ക് പറയാം അല്ലേ? കണ്ടക്ടേഴ്സ് ഉണ്ട്, കോപ്പർ, ഗോൾഡ്, സിൽവർ കണ്ടക്ടേഴ്സ് അല്ലേ? പിന്നെ നമുക്ക് എന്ത് പറയാം? ഇൻസുലേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. കണ്ടക്ടേഴ്സിനെ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ റെസിസ്റ്റിവിറ്റി, അതിൻ്റെ റേറ്റിംഗ് ആണ് ഇവർ കൊടുത്തിട്ടുള്ളത്. 10⁻⁻8 ഓം മീറ്റർ മുതൽ 10⁻+6 ഓം മീറ്റർ വരെയാണ് അതിൻ്റെ ആ ഒരു വാല്യൂവിൻ്റെ റേറ്റിംഗ് വരുന്നത്. കാണാതെ പഠിച്ചു വെക്കാം, വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാം. ഇൻസുലേറ്റേഴ്സ് ആണെങ്കിലോ അതിൻ്റെ വാല്യൂ വരുന്നത് വളരെ കൂടുതലാവണം. കാരണം അത് ഇലക്ട്രിസിറ്റിയെ എന്ത് ചെയ്യാൻ പാടില്ല? കടത്തിവിടാൻ പാടില്ല. സോ മോർ ദാൻ 10⁻⁴ ഓം മീറ്റർ അതാണ് ഈ കൊടുത്തിട്ടുള്ളത്. സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ ആ വാല്യൂ വരുന്നത് 10⁻⁻6 ഓം മീറ്റർ മുതൽ 10⁻+4 ഓം മീറ്റർ വരെയാണ്. സോ ഈ വാല്യൂസ് എല്ലാവരും പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വാല്യൂയും അതുപോലെ അതിൻ്റെ റേഞ്ചസും ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ആണ് പറഞ്ഞത്. ആഫ്റ്റർ ക്ലാസിഫിക്കേഷൻസ് കഴിഞ്ഞാൽ പിന്നെ ഡിഫറെൻ്റ് റെസിസ്റ്റേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ കളർ കോഡിങ്ങും ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ്, ഗോൾഡ്, സിൽവർ, നോ കളർ. ഇങ്ങനെ റെസിസ്റ്റേഴ്സ് നിങ്ങൾ ഫിസിക്സ് ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് നിങ്ങളിങ്ങനെ എടുത്ത് കടഞ്ഞാൽ വളരെ ഭംഗിയായി വളരെ മനോഹരമായി അതിൽ ഒരുപാട് റിങ്സ്, നമ്പർ ഓഫ് റിങ്സ് കൊടുത്തിട്ടുണ്ടാവും. സോ ആ കളേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത് അറിയണ്ടേ? സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടേബിൾ ആണ് ഇത്. നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. റൈറ്റ് നൗ നമുക്ക് മൾട്ടിമീറ്റർ ഒക്കെ അവൈലബിൾ ആണ്. അത് വെച്ച് ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ലെഗിലേക്ക് ആ ഒരു റെഡും അതുപോലെ തന്നെ ബ്ലാക്കും ലിങ്കുകൾ കൊടുത്താൽ തന്നെ വളരെ ഈസി ആയിട്ട് വാല്യൂസ് റൈറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അതിലൊരു ഡൗട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വാല്യൂ തിയററ്റിക്കലി പഠിച്ചു വെക്കാം. സോ ലൈക്ക് BB റോയ്, ഗ്രേറ്റ് ബ്രിട്ടൻ ഹാഡ് എ വെരി ഗുഡ് വൈഫ് എന്ന് പറയുന്ന കോഡൊക്കെ വെച്ച് നമ്മൾ പഠിക്കാറുണ്ട്. വാല്യൂസ് 0 മുതൽ 9 വരെ, അതുപോലെ 0 മുതൽ 10 പവേഴ്സ് എടുക്കുമ്പോൾ 10⁻0 മുതൽ 10⁻9 വരെയും. ഇവിടെ കളർ കോഡിങ് 5, 10, 20% ഇങ്ങനെ ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂസ് പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ഈ കളർ കോഡിങ് കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ് നമുക്ക് നോക്കാം. പാസ്റ്റ് പേപ്പേഴ്സിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 10 വോൾട്ട് ബാറ്ററി. സോ കുട്ടികളെ, വോൾട്ടേജ് ഈക്വൽ ടു എത്ര എഴുതാം? 10 വോൾട്ട് ബാറ്ററി എന്ന് എഴുതാം. കണക്റ്റഡ് അക്രോസ് 200 വോൾട്ട് ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 200 വോൾട്ട് ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഓഫ് 38 ഓം എന്ന് പറഞ്ഞിട്ടുണ്ട്. കറണ്ട് ഓംസ് ലോ വെച്ചുകൊണ്ട് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ, മൈ ഡിയർ സ്റ്റുഡൻസ്, അതിൻ്റെ ഇക്വേഷൻ വരുന്നത് എന്താ? വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് ഓംസ് ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓംസ് ലോ എന്ന് പറഞ്ഞാൽ I = V/R ആണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. സോ ഇവിടെ 2 വോൾട്ടേജ് ഉണ്ട്. ഒന്ന് 10 ആണ്, ഒന്ന് 200 ആണ്. ഈ 10ഉം 200ഉം എങ്ങനെയാണ്? അത് ഓപ്പോസിറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ടെർമിനൽസ്
ലൈക്ക് കറക്റ്റ് ഒരു സീരീസ് മോഡിൽ അല്ലാത്തത് കൊണ്ട് തന്നെ 1 10 ഒരു പോസിറ്റീവ് നെഗറ്റീവ്, അടുത്ത് പിന്നെ നെഗറ്റീവ് പോസിറ്റീവ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് മോഡ് കണക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെടുക്കണം, ഇതിനെ സബ്ട്രാക്ട് ചെയ്യണം. സോ 200 മൈനസ് 10 എന്ന് പറയുമ്പോൾ അത് എത്രയാണ് വരിക, 190 വരും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, 190 ബൈ റെസിസ്റ്റൻസ് എത്രയാണ്, 38 ആണ്. ഒന്ന് ഡിവിഷൻ ചെയ്യൂ, 190 ഡിവൈഡഡ് ബൈ 38. നോക്ക്, 190 ആണ് അതിൻ്റെ ഡിവിഡൻഡ് എന്ന് പറയുന്നത്, 38 ആണ് അതിൻ്റെ ഡിവൈസർ എന്ന് പറയുന്നത്. സോ 190യെ 38 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരിക നോക്ക്, 19 എന്തായാലും പോവില്ല അല്ലേ, 190 എത്ര 38 പോവും, ഒരു 4 ആണോ 5 ആണോ നോക്കാം. ഞാൻ 38 ഇൻറ്റു 5 എടുക്കുകയാണെങ്കിൽ 5 8s are 40 വരും അല്ലേ, 4 വരും, 5 3s are 15 പ്ലസ് 4 190 വരും. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 5 ടൈംസ് ആണ് അല്ലേ, 5 8s are 40 വരും, ദെൻ 4 ഉണ്ട്, 5 3s are 15 പ്ലസ് 4 എത്ര വരിക, 190. ശരിയല്ലേ? 30 ഇൻറ്റു 5 150, പിന്നെ ബാക്കി വരുന്നത് 8 അല്ലേ, 8 ഇൻറ്റു 5 40. സോ 150 പ്ലസ് 40 ദാറ്റ് ഈസ് 190. അപ്പോൾ നമുക്ക് എത്രയായിട്ട് വന്നു, കറക്റ്റ് ആയിട്ട് 5 ആംപിയർ എന്ന് വരും. സോ ആൻസർ വരുന്നത് എന്താ, 5 ആംപിയർ ആണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതെല്ലാവരും പഠിച്ചു വെക്കുക, വളരെ ഈസിയാണ്. ദെൻ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് യൂണിറ്റ് ഈസ് കമ്പൽസറി, യൂണിറ്റ് എഴുതാൻ ആരും മറക്കരുത്, യൂണിറ്റിന് മാർക്ക് ഉണ്ടാവും. ഓക്കെ, എളുപ്പല്ലേ? ദെൻ ഇനിയും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, കോപ്പർ വയർ ഓഫ് റേഡിയസ് 0.1 millimeter, റെസിസ്റ്റൻസ് 1 kilo ohm across a power supply 20. How many electrons? ഓക്കെ, അപ്പോൾ n ഈക്വൽ ടു നമ്മൾ നേരത്തെ പഠിച്ചതാണ് കുട്ടികളെ. എന്നിൻ്റെ ഇക്വേഷൻ എന്താ, IT/E. എവിടെ നിന്നാണ് നമ്മൾ പഠിച്ചത്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു I ഈക്വൽ ടു Q/T ആണ്. ശരിയല്ലേ? Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടൈസേഷൻ വെച്ച് NE ആണ്. ശരിയല്ലേ? സോ I ഈക്വൽ ടു NE/T എന്ന് എഴുതിക്കൂടെ. അതിൽ നിന്ന് N ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, I ഇൻറ്റു T ഡിവൈഡഡ് ബൈ E എന്ന് എഴുതാം. സോ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് ഞാൻ നോക്കുമ്പോൾ കറണ്ട് തന്നിട്ടില്ല, പക്ഷേ വോൾട്ടേജ് തന്നിട്ടുണ്ട്, കൂടാതെ എന്ത് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം, ഓംസ് ലോ വെച്ചുകൊണ്ട് I ഈക്വൽ ടു V/R എന്ന് എഴുതാം. ഓംസ് ലോ വെച്ചുകൊണ്ട് I ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം, V/R എന്ന് എഴുതാം. അതായത് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ് എന്ത്, കറണ്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്, 20 ആണ്. 1 കിലോ ഓമിനെ ഓമിലേക്ക് മാറ്റണം, 10 ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇൻറ്റു ടൈം എന്ന് പറയുന്നത് തന്നിട്ടുണ്ടോ നോക്ക്, പെർ സെക്കൻഡ് എന്നാണ് പറഞ്ഞത് അല്ലേ. ടൈം എത്രയാണ്, പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് 1 എന്ന് എഴുതി. ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്, 1.6 ഇൻറ്റു 10⁻⁻19. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ആക്ച്വലി ഇവിടെ മുകളിലുള്ളത് 2 ഇൻറ്റു 10 ആണ്. ഈ 10 ക്യൂബ് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, 10⁻⁻³ ആയിട്ട് മാറും. ഡിവൈഡഡ് ബൈ ഞാൻ 1.6നെ എങ്ങനെയാക്കി മാറ്റുന്നു, 16 ഇൻറ്റു 10⁻⁻1 ആക്കി മാറ്റുന്നു. 10⁻⁻19 ആസ് ഇറ്റ് ഈസ് ഞാൻ എഴുതി. സംഭവിക്കാൻ പോകുന്നത് 19 മൈനസ് 1, 10⁻⁻19 10⁻⁻1 അഡീഷൻ ആയിട്ട് വരും. ദാറ്റ് ഈസ് 10⁻⁻20 ആയിട്ട് വരും. അതിനെ ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ -20, മുകളിലേക്ക് എടുത്താലോ +20 ആയിട്ട് വരും. സോ 20 + 1 എന്താണ്, 21 ആണ്. 21 - 3 എന്താണ്, 21ൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എന്താ, 18 അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, 10⁻18 കിട്ടും. ഒന്നുകൂടി പറയാം, ഇവിടെ 10⁻20 ഉണ്ട്, 10⁻1 ഉണ്ട്. 20 + 1 എന്താണ്, 21 ആണ്. ദെൻ 21ൽ നിന്ന് -3 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 10⁻18 ആണ്. കാരണം 18 + 3 ആണ് 21 ആക്കി നിങ്ങൾ എടുക്കേണ്ടത്. സോ അങ്ങനെയുള്ള കോൺസെപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ബാക്കി ഇവിടെ വരുന്നത് ന്യൂമറേറ്ററിൽ 2ഉം ഡിനോമിനേറ്ററിൽ 16 ഉണ്ട്. ദെൻ 10⁻18 ഉണ്ട്. എന്താണുള്ളത്, 10⁻18. ദെൻ 2ൽ 2 ഒരു പ്രാവശ്യം, 16ൽ 2 എത്രയാണ്, 8 ടൈംസ് ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാക്കിയിട്ട് മാറ്റാം, ദാറ്റ് ഈസ് 1/8 ഇൻറ്റു 10⁻18 എന്ന് എഴുതാം. 1/8 ഇൻറ്റു 10⁻18 എന്ന് എഴുതാം. സോ 1/8 ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 10⁻18നെ സ്പ്ലിറ്റ് ചെയ്യാണ്. അതായത് 10⁻1 ഇൻറ്റു 10⁻17 എന്ന് ഞാൻ എഴുതുകയാണെങ്കിൽ എനിക്കിതിനെ എങ്ങനെയാക്കി കൊണ്ടുവരാൻ കഴിയും, അതായത് ന്യൂമറേറ്ററിൽ 10 എന്ന് വരും. ദെൻ ഇൻറ്റു 10⁻17 മുകളിൽ വരും.
ഡിവൈഡഡ് ബൈ 8 എന്ന് വരും അല്ലേ. സോ വീണ്ടും ക്യാൻസലേഷൻ നടക്കുകയാണെങ്കിൽ 10ൽ 2 എത്ര ടൈംസ് ആണ്? 5 ടൈംസ് ആണ്. 8ൽ 2 എത്ര ടൈംസ് ആണ്? 4 ടൈംസ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് 5/4 ഇൻറ്റു 10⁻17 ആണ്. എൻ്റെ 5 ആണ് ഡിവിഡൻറ്റ്, 4 ആണ് ഡിവൈസർ. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. സോ ഡിവിഷൻ ചെയ്യുമ്പോൾ 5 ഡിവിഡൻറ്റ് ആക്കി എടുത്തു, 4 ഡിവൈസർ ആക്കി എടുത്തു. 5ൽ 4 എത്ര പ്രാവശ്യമാണ്? 1 ടൈംസ്. 1 4s are 4. 5 - 4 എന്ത് വരുന്നു? 1 വരുന്നു. ഓക്കെ, ആഫ്റ്റർ 10 ആക്കി എടുക്കുക. ദെൻ 10ൽ 4 എത്ര ടൈംസ് ആണ്? 2 4s are 8. That is 10 - 8. 2 will come. Again you have to take one more 0 here. അതായത് 20ൽ എത്ര 4 ഉണ്ട് എന്ന് നോക്കണം. In 20, how many 4s we have? 1.25 over. So here our last part നമ്മൾ എഴുതിയത് 5/4 ഇൻറ്റു 10⁻17 എന്നാണ്. 5/4 നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? 1.25 എന്നായിരുന്നു. സോ ആൻസർ എങ്ങനെയായിട്ട് മാറും? 1.25 ഇൻറ്റു 10⁻17 എന്ന് വരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. സോ അതിൻ്റെ ഇക്വേഷൻ n = IT/E എന്നാണ് നമ്മൾ യൂസ് ചെയ്തത്. ദെൻ ആഫ്റ്റർ ഓൾ സിംപ്ലിഫിക്കേഷൻ, ആഫ്റ്റർ സിംപ്ലിഫിക്കേഷൻ നമുക്ക് കിട്ടിയ ആൻസർ 1.25 ഇൻറ്റു 10⁻17 ആണ്. സോ ഫസ്റ്റ് പാർട്ട് നമുക്ക് കിട്ടി, കംപ്ലീറ്റ് ആയി. എല്ലാവർക്കും ഓക്കെ ആണെന്ന് കരുതുന്നു. വളരെ ഈസിയാണ്. ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്ന നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ച ആ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഇക്വേഷനും അതുപോലെ അതിൻ്റെ സിംപ്ലിഫിക്കേഷനും നടത്തിയത്. ആൻസർ ഓക്കെ ആണെന്ന് കരുതുന്നു. ദെൻ നമ്പർ 2, റൈറ്റ് ഡൗൺ ദ കറന്റ് ഡെൻസിറ്റി. സോ ലാസ്റ്റ് 1-2 സ്ലൈഡുകൾക്ക് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു കറന്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കറന്റിനെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കറന്റ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് J = I divided by A. സോ ഇവിടെ ഇക്വേഷൻ ഞാൻ എഴുതുമ്പോൾ J = I/A എന്ന് എഴുതാം. എന്താണ്? J = I/A എന്ന് എഴുതാം. J = I/A എന്ന് എഴുതാം. ഇനി ഇവിടെ ഏരിയ നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് നോക്കാം. ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കോപ്പർ വയർ ഓഫ് റേഡിയസ് 0.1 മില്ലിമീറ്റർ. അപ്പോൾ 0.1 മില്ലിമീറ്ററിനെ ആദ്യം നിങ്ങൾ എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം. ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ്, മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് ഞാനിവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്? 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. 0.1 എന്ന് പറഞ്ഞാൽ എനിക്കതിനെ എങ്ങനെ എഴുതാം? 1 ഇൻറ്റു 10⁻⁻1 എന്ന് എഴുതാം. അതായത് 1നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. മോർ ഓവർ ഇവിടെ 10⁻³ കൂടിയുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10⁻³ -3 -1 അല്ലെ, അഡീഷൻ ആണ് വരിക. ദാറ്റ് മീൻസ് 10⁻⁻4 ആയിട്ട് വരും. സോ എനിക്ക് റേഡിയസ് എന്നുള്ളത് എന്തായിട്ട് കിട്ടുന്നു? 1 ഇൻറ്റു 10⁻⁻4 മീറ്റർ എന്ന് കിട്ടും. എപ്പോഴും നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വാട്ട് എവർ ബി ദ യൂണിറ്റ് അവർ തന്നിട്ടുള്ളത് SI സിസ്റ്റത്തിലേക്ക്, അതായത് സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് കൊണ്ടുവരണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റേഡിയസിനെ ഞാൻ മാറ്റിയെടുത്തു. ആഫ്റ്റർ ഇനി പറഞ്ഞിട്ടുള്ളത് എ കോപ്പർ വയർ ആണ് അല്ലേ. സോ വയർ എന്ന് പറയുമ്പോൾ അതിന്റെ റേഡിയസിന്റെ ഇക്വേഷൻ ഏരിയയുടെ ഇക്വേഷൻ വരുന്നത് πr² ആണ്. കീപ്പ് ഇൻ മൈൻഡ്, വയർ, റോഡ്, കേബിൾ ഇങ്ങനെയുള്ള ഷേപ്സുകളൊക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഏരിയയുടെ ഇക്വേഷൻ എടുക്കേണ്ടത് πr² ആണ്. പൈയുടെ വാല്യൂ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. 22/7 അല്ലെങ്കിൽ 3.14 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് വെച്ചിട്ടാണ് നമ്മൾ പൈനെ എടുക്കാറുള്ളത്. സോ πr² വെച്ചുകൊണ്ട് ഇതിന്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ J = ഇക്വേഷൻ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് I/A ആണ്. ഇനി എങ്ങനെയാണ് I നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തത്? ഓംസ് ലോ നമുക്കറിയാം. വാട്ട് വാസ് ഓംസ് ലോ? I = V/R. സോ ഇവിടെ വോൾട്ടേജ് തന്നിട്ടുണ്ടായിരുന്നു എത്ര? 20 വോൾട്ട് ഉണ്ട്. റെസിസ്റ്റൻസ് എത്രയായിരുന്നു? 1 കിലോ ഓം ആണ്. സോ I എന്നുള്ളത് V/R എന്ന് എഴുതണം. ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരുന്നു? ഏരിയ എന്ന് വരുന്നു. സോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വോൾട്ടേജ് എത്രയാണ്? 20 വോൾട്ട് ആണ്. ഡിവൈഡഡ് ബൈ
റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് കിലോ ഓം എന്നാണ് തന്നിട്ടുള്ളത്. സോ 1 കിലോ ഓമിനെ ഓമിലേക്ക് മാറ്റാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 10⁻3 10 ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഹോൾ ഡിവൈഡഡ് ബൈ ഏരിയ. ഞാനിപ്പോൾ കാണിച്ച ഇക്വേഷൻ πr² എന്നായിരുന്നു. പൈ ഇൻറ്റു റേഡിയസ് എനിക്ക് കിട്ടിയിട്ടുള്ളത് 1 × 10⁻⁻4 ആണ്. സോ പൈ ഇൻറ്റു 1 × 10⁻⁻4 ദ ഹോൾ സ്ക്വയർ. ഈ ഒരു സിംപ്ലിഫിക്കേഷൻ, ഈ ഒരു കാൽക്കുലേഷൻ പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ ആയി. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. സോ ഇവിടെ കറന്റ് വരുന്നത് എങ്ങനെയാണ്? ന്യൂമറേറ്ററിൽ 2 × 10 എന്ന് എഴുതാം. 10 ക്യൂബ് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിട്ട് മാറും? 10⁻³ ആയിട്ട് മാറും. ഹോൾ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു r² എന്ന് വരുമ്പോൾ 1 എന്ന് പറയുന്ന നമ്പറിന്റെ സ്ക്വയർ വളരെ ഈസിയാണ്, 1² ആയിട്ടാണ് എടുക്കേണ്ടത്. സോ 1² ഇൻറ്റു നോ ഇഷ്യൂ 10⁻⁻4 ഉണ്ട്, അതിന് സ്ക്വയറും ഉണ്ട്. സോ -4 അതിന്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് a⁻m the whole raised to n is a⁻m into n ആണ്. സോ -4 × 2 മീൻസ് -8 ആണ്. എന്താക്കി എടുക്കണം? 10⁻⁻8 ആക്കി എടുക്കണം. സി ഇവിടെ -3 + 1 ഉണ്ട്. -3 + 1 എന്താണ്? -2 ആണ് അല്ലെ? -2 ആണ്. ഈ -8 മുകളിലേക്ക് വന്നാൽ ഇത് എന്തായിട്ട് മാറും? +8 ആയിട്ട് മാറും. സോ 8 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്. അപ്പോൾ ആഫ്റ്റർ ദ സിംപ്ലിഫിക്കേഷൻ ടെൻസിന്റെ എല്ലാം വട്ടെവർ ബി മൈനസും പ്ലസും ഒക്കെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 10⁻6 ആണ്. അപ്പൊ ഇനി നമ്പേഴ്സിന് നോക്കാം. ന്യൂമറേറ്ററിൽ 2 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു പൈ ഉണ്ട്. പൈനെ നമുക്ക് 3.14 എന്ന് എഴുതാം, അല്ലെങ്കിലോ 22/7 എന്ന് എഴുതാം. 2 എഴുതിയാലും കറക്റ്റ് ആണ്. ബാക്കി വരുന്നത് ഇൻറ്റു, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി, ലൈക്ക് -3 + 1 -2 ആണ് വരിക. ഈ -8 മുകളിലേക്ക് വന്നാൽ +8 ആണ്. സോ -2 + 8 എന്താണ്? 8 - 2 6 എന്ന് വരും. സോ കിട്ടിയത് 10⁻+6 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇവിടെ 3.14 എന്ന് എടുക്കാം കേട്ടോ. രണ്ടും കറക്റ്റ് ആണ്. ഇനി ഈ 3.14 നമുക്ക് എങ്ങനെ എഴുതാം? 314 × 10⁻² എന്ന് എഴുതാം. ഡിനോമിനേറ്ററിലെ -2 ന്യൂമറേറ്ററിലേക്ക് മാറുമ്പോൾ ആ മൈനസ് എന്നുള്ള പൊളാരിറ്റി പോസിറ്റീവായിട്ട് മാറുന്നു. അതായത് ഈ -2 എന്നുള്ളത് എന്തിന്റെ കൂടെ വരും? 6ന്റെ കൂടെ വരും. വീണ്ടും അത് എന്തായിട്ട് മാറുന്നു? +2 ആയിട്ട് മാറുന്നു. സോ ഡിനോമിനേറ്ററിൽ വരുന്നത് 314 ആണ്. സോ ഇപ്പൊ നമ്പർ വന്നിട്ടുള്ളത് 2 × 10⁸ ഡിവൈഡഡ് ബൈ 314 എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. അപ്പൊ ഇതിനെ സിംപ്ലിഫിക്കേഷൻ നടത്തിയാൽ ഇപ്പൊ ബാക്കി j = I/a എന്ന് പറയുന്ന വലിയൊരു ഇക്വേഷനാണ് നമ്മൾ തുടങ്ങിയത്. ഫൈനലി നമുക്ക് എന്ത് കിട്ടി? 2 × 10⁸/314 എന്ന് കിട്ടി. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യാം? ഈ 10⁻8 ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. 2 × 10³ × 10⁵ എന്ന് വന്നു. ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരുന്നു? 314 എന്ന് വരുന്നു. അതായത് എനിക്കിതിനെ 2000/314 ആക്കി ഡിവിഷൻ ചെയ്യാം. അപ്പോൾ എത്രയായിരിക്കും ആൻസർ വരുന്നത്? എങ്ങനെയാണ് ചെയ്യുക? 2000 ആണ് എൻ്റെ ഡിവിഡൻഡ്, കൂടാതെ 314 ആണ് എൻ്റെ ഡിവൈസർ. 2000 എന്ന് പറയുന്ന 2000 എന്ന് പറയുന്ന നമ്പറിൽ എത്ര 314 ഉണ്ട് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എത്ര പ്രാവശ്യം ഉണ്ടാവും? ഒന്ന് ഗസ് ചെയ്യും. എന്തായാലും 7 പ്രാവശ്യം വരില്ല, 6 പ്രാവശ്യമാണ് വരിക. നമുക്ക് നോക്കാം. 314 314 × 6 മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 6 4s are 24, carry 2, 6 1s are 6, 6 + 2 8 വരും. then 6 3s are 18 വരും. സോ ആൻസർ വരുന്നത് എത്രയാണ്? 1884 ആണ്. സോ എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ 6 എന്ന് എടുക്കാം. 6 3 14 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എത്രയാണ് കിട്ടിയത്? 1884 ആണ്. ദെൻ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം അല്ലേ? അപ്പൊ ഇത് സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ എത്ര വരും നോക്കൂ. 4 + 6 നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 വരും. 1 + 8 9 വരും. 9 + 1 10 വരും. 1 + 8 9 വരും. 9 + 1 10 വരും. സോ ആൻസർ വരുന്നത് ലൈക്ക് ഇപ്പൊ ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ 1884 + 116 ആഡ് ചെയ്യുകയാണെങ്കിൽ 6ഉം 4ഉം 10 വരും. 1 വരും. 1ഉം 1ഉം 2ഉം 8ഉം 10 വരും. ക്യാരി 1 വരും. 1 + 8 9, 9 + 1 10 വരും. 1 + 1 2 വരും. സോ റിമൈൻഡർ, അതായത് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് എത്രയാണ്? 116 ആണ്. അപ്പൊ ഈ 116ൽ ആക്ച്വലി എന്ത് പോകുന്നില്ല? 314 പോകുന്നില്ല. സോ 1160 ആക്കണം. അപ്പോൾ 1160ൽ എത്ര 314 ഉണ്ട് എന്നാണ് നോക്കുന്നത്. ദാറ്റ് മീൻസ് ലൈക്ക് ഒരു 4 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം നമുക്ക് എടുത്തു നോക്കാം. 314 × 4 എത്ര വരുന്നത് നോക്കൂ. 314 × 4 4 4s are 16, 1 4 1s are 4 + 1 5
4 3s are 12 വരും. അപ്പോൾ 4 പ്രാവശ്യമില്ല, 3 പ്രാവശ്യം വരുന്നുള്ളൂ. അവിടെ സ്റ്റോപ്പ് ചെയ്യാം. 6.3. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് 6.3 ഇൻറ്റു 10 പവേഴ്സിന് ബാക്കി അവിടെ എത്ര വരുന്നത് 10 പവർ 5 ആണ്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കറണ്ട് ഡെൻസിറ്റി ആണ്. കറണ്ട് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ കറണ്ട് ബൈ ഏരിയ ആണ്. സോ ഇതിന്റെ യൂണിറ്റ് വരെ എങ്ങനെയാണ്? കറണ്ട് ഡെൻസിറ്റി പറയുമ്പോൾ I/A ആണ്. സോ ആംബിയർ വരും. ദെൻ ഡിനോമിനേറ്ററിൽ എന്ത് വരും? മീറ്റർ സ്ക്വയർ വരും. സോ ആൻസർ വരുന്നത് 6.3 ഇൻറ്റു 10⁵ ആംപിയർ പെർ മീറ്റർ സ്ക്വയർ. അതായത് J ഈക്വൽ ടു I/A ആയിരുന്നില്ലേ? I എന്ന് പറഞ്ഞാൽ കറണ്ട് ആംപിയർ എന്നും ഏരിയ മീറ്റർ സ്ക്വയറും ആണ്. സോ ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുക. കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ്, ബട്ട് എന്നാൽ പോലും ഇക്വേഷൻസ് പഠിച്ച ഏതൊരു സ്റ്റുഡൻറ്റിനും വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ കഴിയാവുന്നതേ ഉള്ളൂ. സോ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ.